ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2-ന്റെ അകത്തിലെ 10ാമത്തെ എപ്പിസോഡാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഗോൾഡൻ സബ്സ്ക്രൈബർ ആകാനുള്ളവർക്ക് അതും കൂടെ വേണമെങ്കിൽ പോയി ചെയ്യാം. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സേക്കുവാണെങ്കിൽ ഒരു പേപ്പർ പ്ലെയിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സുക്കാട്സ ആർമീനെ തോൽപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സേക്കുവിന്റെ ഗ്രൂപ്പായിട്ടുള്ള കിങ്ഡം ഓഫ് സയൻസ് ഈ വാറിൽ വിജയിക്കുകയാണ്. നമ്മളൊരു കാര്യം അറിയുന്നത് നമ്മുടെ സുക്കാട്സയ്ക്ക് ഒരു അനിയത്തിയുണ്ട്. സോ സുക്കാട്സയുടെ അനിയത്തിയെ മിറാക്കിൾ ഫ്ലൂയിഡ് യൂസ് ചെയ്ത് റിവൈവ് ചെയ്യാമെന്ന് നമ്മുടെ സേക്കു പറയുന്നത്. തന്റെ സിസ്റ്ററുള്ള ഹോസ്പിറ്റലിൽ തപ്പി കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു ഡൈനാമൈറ്റ് യൂസ് ചെയ്ത് പൊട്ടിച്ച് കുഴിച്ചിട്ട് തന്റെ സിസ്റ്ററിന്റെ സ്റ്റാച്ചു കണ്ടുപിടിക്കുകയാണ് നമ്മുടെ സുക്കാട്സ. നമ്മുടെ സേക്കു ആണെങ്കിൽ അവളെ റിവൈവ് ചെയ്യാൻ വേണ്ടി റിവൈവൽ ഫ്ലൂയിഡ് എടുക്കുകയാണ്. അങ്ങനെ ആ റിവൈവൽ ഫ്ലൂയിഡ് അവളുടെ ദേഹത്ത് ഒഴിക്കാന്ന് പറഞ്ഞ് നമ്മുടെ സേക്കു പോകുന്ന സമയത്തായിരുന്നു തൈജു ഓടി വന്നിട്ട് നമ്മുടെ സേക്കുവിനെ അടിച്ച് തറയിടുന്നത്. എന്റെ പ്രശ്നമാണ് ഇത്. നമ്മുടെ സേക്കു തൈജിനോട് ചോദിക്കുന്ന സമയത്ത് തൈജു പറയുകയാണ്, ബോധമില്ലടാ, അവൾക്ക് ഡ്രസ് ഇല്ല, നീ എന്നിട്ടാണ് റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തന്നെ നമ്മുടെ യുസൂറി ആണെങ്കിൽ ആ ഡ്രസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫൈനലി എല്ലാരും കൂടെ ചേർന്നിട്ട് അവളെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പോലും ഇത് 100% വർക്ക് ചെയ്യുമോ എന്ന് അറിയത്തില്ല. വില്ലേജിലുള്ള ആൾക്കാർ ഒരാളെ റിവൈവ് ചെയ്യുന്ന കാര്യം കാണുന്നത് പറ്റല്ലേ, അവളുടെ അസുഖങ്ങളെല്ലാം മാറിക്കോണേ എന്ന് വേണ്ടി നമ്മുടെ യുസൂറിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അകത്തിലുള്ള ക്രാക്സ് ആണെങ്കിൽ അവളുടെ ബ്രെയിനെ ഉറപ്പായിട്ടും ഹീൽ ചെയ്യും. സേക്കു പറയുന്നു ഇതേ സമയത്ത് തന്നെ ക്രാക്സ് എല്ലാം പൊട്ടിച്ചിട്ട് നമ്മുടെ സിസ്റ്റർ വെളിയിലേക്ക് വരികയാണ്. ഉടനെ നമ്മുടെ സുക്കാട്സ പോയിട്ട് അവളുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. നമ്മുടെ മിയയ്ക്കാണെങ്കിൽ തന്റെ മുന്നിലിരിക്കുന്ന തന്റെ ചേട്ടനാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. നിങ്ങൾ ഒരുപാടധികം വളർന്നല്ലോ, നിങ്ങൾക്ക് ഒരുപാടധികം പ്രായമായല്ലോ, എന്നാലും നിങ്ങൾ ഒരുപാടധികം ഹാൻസം ആണ്. ഇതിനു വേണ്ടി മാത്രമാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. സുക്കാട്സ വളരെയധികം സന്തോഷത്തോട് പറയുന്നു, സിസ്റ്ററിനെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരാളുടെ ആഗ്രഹത്തിനെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. കാട്സയ്ക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. വില്ലേജ് ചീഫ് പറയുകയാണ്, ഹിരായി വില്ലേജിന്റെ അതിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ വിജയിച്ചെന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി. സമയത്ത് തന്നെ നമ്മുടെ ഹ്യൂഗ വന്നിട്ട് നിന്റെ തലയിലാണെങ്കിൽ ഒരുപാടധികം കല്ലിരിക്കുന്നു, അത് നമുക്ക് കരിഞ്ഞിട്ട് വരാം. അവളെ ഒരു റിവർ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ക്രോം ഒരു കാര്യം കണ്ടുപിടിക്കുന്നത് കുറെ ഡൈനാമൈറ്റ് മിസ്സിംഗ് ആണ്. അത് നമ്മൾ ഒരുപാടധികം ഡൈനാമൈറ്റ് യൂസ് ചെയ്ത സമയത്ത് നമ്മൾ കൗണ്ട് ചെയ്യാൻ മറന്നുപോയി കാണും. ഇത് മിസ്സിംഗ് തന്നെയാണ്, കാരണം ഞാൻ ഒരു സ്കാവഞ്ചർ ആണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കും. ഡൈനാമൈറ്റ് ആരെങ്കിലും എടുത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളായിരിക്കും എന്ന് നമ്മുടെ ഓക്കിയോ പറയുന്നു. നമ്മുടെ മാറ്റിലിന് കുറച്ച് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ സ്ത്രീക്ക് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ മാറ്റിലിനെ കാണുന്നില്ല. ഒരു സ്ഥലത്ത് അടിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ മാറ്റിലിനെ. സമയത്ത് തന്നെ നമ്മുടെ ഹോമർ എന്ത് എന്ന് പറഞ്ഞ് അവിടെ സ്ത്രീക്ക് നോക്കുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്നുള്ള ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. ഇതായിരുന്നു നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. പോലീസ്മാൻ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഇങ്ങനെ ക്രോമിനെ തപ്പി ഓരോ സ്ഥലത്തോട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് നമ്മുടെ ഹോമറിനെ പൂട്ടിയിട്ടിരിക്കുന്നത് ഇവൻ കാണുന്നത് തന്നെ. അവൾ പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഈ കാര്യം നീ ഹ്യൂഗയുടെ അടുത്ത് എന്ന് പറയുന്നു. അവർ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരോട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഡൈനാമൈറ്റ് പൊട്ടിത്തെറിക്കുന്നത് ഒരിക്കലും സാധ്യതയില്ല, അതല്ലേ മിറാക്കിൾ കേവ് ഉള്ള സ്ഥലം. സീക്കു ചിന്തിക്കുകയാണ്, ഡൈനാമൈറ്റ് പൊട്ടിത്തെറിച്ച സ്ഥലത്തുള്ള സുക്കാട്സയ്ക്കും ബാക്കിയുള്ളവർക്കും ഒന്നും മുറിവുകളൊന്നുമില്ല. ആ മിറാക്കിൾ കേവ് ഫുള്ളി തന്നെ ഡിസ്ട്രോയ് ആയി. ആ മിറാക്കിൾ കേവ് പൊട്ടിച്ച് തെറിപ്പിച്ചത് ഹോമറയാണെന്ന് കാണിക്കുന്നുണ്ട്. സമയത്ത് തന്നെ നമ്മുടെ കെന്നി പറയുകയാണ്, ഹ്യൂഗ പറയുന്നത് പോലുള്ള ഓർഡറിൽ നമ്മുടെ ഹോമർ ഇത് ചെയ്തു. കേട്ടോണ്ട് തന്നെ നമ്മുടെ സീക്കു ആണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്തൊക്കെയോ പൊട്ടിത്തെറി കേട്ടാ നമ്മുടെ സുക്കാട്സ ആണെങ്കിൽ അവിടെ നിന്ന് പോകാൻ വേണ്ടി തയ്യാറാകുന്നു. തന്നെയായിരുന്നു ഓടി വന്ന നമ്മുടെ സീക്കു പറയുന്നത്, ഹേ സുക്കാട്സ അവിടെ നിന്ന് പോകരുതെന്ന്. തന്നെ നമ്മുടെ ഹ്യൂഗ ആണെങ്കിൽ മിയാനെ ആക്രമിക്കാൻ വേണ്ടി ഓടി വന്ന സുക്കാട്സ അത് തടയുകയാണ്. ആണെങ്കിലും നീ വളരെയധികം ഈസി ആയിട്ട് തന്നെ തടുക്കും. ഈ ഒരു വീക്ക്നെസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. സമയത്ത് ആ സ്പിയർ ആണെങ്കിൽ സുക്കാട്സയുടെ കറക്റ്റ് ഹാർട്ടിൽ തന്നെ കുത്തി തുളച്ച് കയറിയിരിക്കുന്നു. സമയത്ത് നമ്മുടെ മിയ ഒരുപാടധികം ഷോക്ക് ആകുന്നുണ്ട്. തന്നെ നമ്മുടെ സുക്കാട്സനെ അവിടെ നിന്ന് കുത്തി തറയിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങോട്ട് ഓടി വന്ന നമ്മുടെ സേക്കു സുക്കാട്സനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സുക്കാട്സനെയും അതുപോലെ തന്നെ സേക്കുവിനെ അടിച്ച് തറയിലിടുകയാണ്. നമ്മുടെ ഹ്യൂഗയും അവിടേക്ക് ചാടുകയാണ്. എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവരെ സഹായിക്കാൻ വേണ്ടി ഓടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊഹാക്കുവിന്റെ അച്ഛൻ അവളെ തടുക്കുകയാണ്. ഈ വെള്ളത്തിൽ ചാടിയാൽ അവളെ ഉറപ്പായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധ്യതയില്ലെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് നമ്മുടെ കൊഹാക്കുവിന്റെ അച്ഛൻ പറയുകയാണ്. വെള്ളത്തിൽ വീണ 3 പേരും കൂടെ ചേർന്നിട്ട് ഒരു കരയിലേക്ക് വന്നിറങ്ങുകയാണ്. ചാട്ടത്തിൽ നിന്ന് വീണാൽ ഉറപ്പായിട്ട് ഈ സ്ഥലത്ത് തന്നെ വരുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം എന്ന് നമ്മുടെ ഹ്യൂഗ പറയുന്നത്. ആ പോലീസ്മാനെ തള്ളിയിട്ട് ഒരു ട്രയൽ ചെയ്യുന്ന കാര്യവും നമ്മളെ കാണിക്കുന്നുണ്ട്. സേഫായിട്ട് വരും എന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ നീയും ഞങ്ങളുടെ കൂടെ വന്നത്. ഇല്ലാതെ നിന്നോട് തനിച്ച് സംസാരിക്കണം എന്ന് നമ്മുടെ ഹ്യൂഗ പറയുന്നു. നിനക്ക് എന്നോട് തനിയെ സംസാരിക്കണം അല്ലേ? എന്തോ സീക്രട്ടായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യാനാണോ? സോറി, എന്റെ കല്യാണം കഴിഞ്ഞു. അയ്യോ, അത് ഡൈവോഴ്സ്. സേക്കു പറയുകയാണ്, നിന്നോട് മര്യാദക്ക് സംസാരിച്ചിട്ടാണെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും നിന്നെ ഞാൻ എന്റെ വഴിയിലേക്കാക്കും. ഹാർട്ടിലേക്കാണ് ഞാൻ കുത്തിയിരിക്കുന്നത്. ഈവൻ മോഡേൺ സയൻസ് ഉണ്ടെങ്കിൽ പോലും അവനെ രക്ഷിക്കാൻ വേണ്ടി സാധ്യത കുറവാണ്.
സ്വഭാവമാണ്. നമ്മുടെ സീക്കുവിന് അറിയാം, എന്നിട്ട് പോലും നമ്മുടെ സുക്കാട്സയുടെ ബ്ലഡ് ഒന്നും വെളിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവിടെ പൊത്തി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ സേക്കു. എങ്ങനെയാണ് കല്ലായി മാറിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് നമുക്ക് കിട്ടിയ ഒരേ ഒരു ചാൻസ് ആണ്. പ്യൂർ ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം റിവൈവ് ചെയ്താൽ മതി, എന്നിട്ട് ഈ ലോകം തന്നെ ചേഞ്ച് ചെയ്യണം. സുക്കാട്സ ഹ്യൂഗനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർട്ട് ആയിട്ടുള്ള നമ്മളെ നൻപി നിൽക്കുന്ന നായകളെ എന്തിനാണ് നമ്മൾ റിവൈവ് ചെയ്യേണ്ടത്? ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ റിവൈവ് ചെയ്താൽ മതി. സുക്കാട്സേ എടാ നായേ എന്ന് നമ്മുടെ ഹ്യൂഗ പറയുകയാണ്. ഓഹോ ശരി ശരി, നീ ഇപ്പം നിന്റെ സ്റ്റൈല് പറഞ്ഞു, എന്റെ സ്റ്റൈല് പക്ഷേ അതല്ല. 7 ബില്യൺ പേഴ്സൺസിന് ഞാൻ റിവൈവ് ചെയ്യും, അവര് നമ്മളെ ഹെൽപ്പും ചെയ്യും, ബില്യൺ പേഴ്സൺസിനും ഭക്ഷണവും കിട്ടും. ഷേക്കു പറയുകയാണ്, ഷേക്കു നിന്റെ പവർ യൂസ് ചെയ്ത് 7 ബില്യൺ പേഴ്സൺസിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നൈട്രിക് ആസിഡ് നീ ഉദ്ദേശിക്കുന്നതിന്റെ അത്രയൊന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ സേക്കുവിന്റെ വിരൽ മുറിക്കുകയാണ്. ഇപ്പൊ ഞാൻ നിന്റെ വിരൽ കട്ട് ചെയ്തു, പിന്നെ കാല്, തലയ, കയ്യ് എല്ലാം ഞാൻ മുറിക്കും. എന്തായിരുന്നു തറയിൽ കിടന്നിരുന്ന നമ്മുടെ സുക്കാട്സ് ഒരു സിഗ്നൽ കാണിക്കുന്നതായിരുന്നു. അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഹ്യൂഗയുടെ നേരെ കല്ലെടുത്ത് എറിയുന്നത് നമ്മുടെ സമയത്ത് ആ കല്ലിരിക്കുന്ന പറവളെ റിവൈവ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ സേക്കു അങ്ങോട്ട് എറിഞ്ഞുകൊണ്ടിരുന്നത്. ഗ്യാപ്പില് ഓടി വന്നിട്ട് നമ്മുടെ സുക്കാട്സ് ആണെങ്കിൽ അവന്റെ മുഖത്തിട്ടൊരു പഞ്ച് കൊടുക്കുകയാണ്. സമയത്ത് നിങ്ങൾക്ക് തന്ന ഒരു പ്രോമിസ് ആണ്, ഇന്ന സമയത്ത് നിങ്ങൾ ഇനി ഒരു കാരണവശാലും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം. എന്നാൽ ഞാൻ തന്ന പ്രോമിസ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ നീ എനിക്ക് തന്ന പ്രോമിസ് കറക്റ്റ് ആയിട്ട് നിറവേറ്റി. എന്റെ പ്രോമിസ് നിറവേറ്റാൻ വേണ്ടിയുള്ള സമയം ഒരിക്കലും വെറുതെ വിടത്തില്ല എന്ന് നമ്മുടെ സുക്കാട്സ പറയുന്നു. 2 പേരെ ഞാൻ കൊല്ലും, സുക്കാട്സ ഇപ്പൊ വീക്കായിട്ടാണുള്ളത് എന്ന് നമ്മുടെ ഹ്യൂഗ പറയുന്നു. ഓ എനിക്ക് ചെവി ചൊറിയുന്നു, നമുക്ക് 2 പേർക്കും കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സേക്കും കൂടെ സ്ട്രാറ്റജീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. നമ്മുടെ ഹ്യൂഗ ഓടി വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹ്യൂഗയെ സുക്കാട്സൻ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേക്കു ആണെങ്കിൽ അവിടെ നിന്ന് ഓടി പോവുകയാണ്. 11 o'clock എന്ന് നമ്മുടെ സേക്കു പറയുന്നു. കേട്ടോണ്ട് തന്നെ നമ്മുടെ സുക്കാട്സ ആണെങ്കിൽ ആ സൈഡിലോട്ട് അങ്ങ് ചാടുകയാണ്. അതേ സമയത്ത് നമ്മുടെ സേക്കു ഓടി പോവുകയല്ലായിരുന്നു, അവൻ ഓടുന്ന സ്ഥലത്തോടെ ഗൺ പൗഡർ ഇടുകയായിരുന്നുണ്ടെങ്കിലും നമ്മുടെ ഹ്യൂഗ ആണെങ്കിൽ അവന്റെ ഡ്രസ്സ് ഊരിയിട്ട് ആ തീ മൊത്തം അണയ്ക്കുകയാണ്. ഇടത്തിനെ ആദ്യം കൊല്ലണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കുനെ അടിക്കാൻ വേണ്ടി വരികയാണ് നമ്മുടെ ഹ്യൂഗ. നീ ഒന്ന് അനങ്ങിയ എന്റെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് വരും എന്ന് നമ്മുടെ ഹ്യൂഗയോട് സേക്കു പറയുകയാണ്. നിന്നെ ചീപ്പായിട്ടുള്ള വില്ലേജസിനെ കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കുനെ അടിച്ച് തറയിലിടുകയാണ്. അതിന് തന്നെ നമ്മുടെ സുക്കാട്സ് ഓടിപ്പോയിട്ട് അവനെ അടിക്കുന്നുണ്ട്. കൊടുക്ക് സുക്കാട്സ, നിന്നെ കൊണ്ട് ഒരിക്കലും ഇവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നീ പറഞ്ഞത് ശരിയാണ്, എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. എന്തിനു വേണ്ടിയാണ് ഇത്ര അധികം സമയം കളഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നാണ് സുക്കാട്സ പറയുന്നു. ചേക്കുൻ്റെ കൂടെ ടീമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത സമയത്ത് എനിക്കത് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ സുക്കാട്സ പറയുകയാണ്. സുക്കാട്സ നമ്മൾ 2 പേരുമാണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടാക്ടിക് ടീം. നമ്മുടെ സേക്കു ആണെങ്കിൽ തറയിൽ കിടന്ന് നിരങ്ങി ഹ്യൂഗയുടെ അടുത്തേക്ക് വരികയാണ്. ഹ്യൂഗ വെട്ടി ആ ചൂണ്ടവരലാണെങ്കിൽ നമ്മുടെ ഹീറോ ബാൻഡേജ് കെട്ടിയിരിക്കുന്നു. പറഞ്ഞില്ലായിരുന്നോ ഞാൻ നിന്നെ ഒരു വിരളിൽ തോൽപ്പിക്കുമെന്ന്? എനിക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് അവരെങ്ങനെയാണ് ആ ഫയർ ഉണ്ടാക്കിയത് എന്ന് ഇവിടെ ഹ്യൂഗ ചിന്തിക്കുകയാണ്. വൈറ്റത്തെ സ്പിയർ കുത്തി കിടക്കണോ? ഇതന്നെ ഒരു ഷീൽഡ് പോലും പ്രൊട്ടക്ട് ചെയ്യും, ഷോക്ക് സർക്യൂട്ട് ആയിട്ടും ഇതെന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് ഈ മെറ്റീരിയൽ ഒക്കെ കിട്ടിയത് എന്ന് നമ്മുടെ ഹ്യൂഗ ചോദിക്കുന്നു. മറന്നുപോയോ? സെൽഫോൺ മെറ്റീരിയൽ ഒക്കെ നീ തന്നെയല്ലേ എനിക്ക് കൊണ്ട് ഡെലിവറി ചെയ്തു തന്നെ? മാഗ്നീഷ്യം ഒരു സ്റ്റൻഗഡ് പോലെ റിയാക്ട് ചെയ്യാൻ ഒരു ഹൈ വോൾട്ടേജിലുള്ള ഒരു കറണ്ട് ആണ്. കട്സ എനിക്കും നിന്റെ കൂടെ ടീമായിട്ടിരിക്കുന്നത് ഒരുപാടധികം ഇഷ്ടമാണ് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമ്മുടെ സുക്കാട്സ ആണെങ്കിൽ അവന്റെ സ്പിയറിൽ പിടിച്ച് അവനെ കൊണ്ട് തടഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ സേക്കു ആണെങ്കിൽ ആ സാധനം വെച്ച് അവനെ തൊടുന്നു. അതേസമയത്ത് തന്നെ അവൻ ഷോക്ക് അടിച്ച് തറയിൽ വീണ് എനിക്ക് സയൻസ് ഇഷ്ടമല്ലെന്ന് പറയുകയും കണ്ണടയുകയുമാണ്. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ നമ്മുടെ സുക്കാട്സയും സേക്കും അങ്ങനെ ടീമായിരിക്കുകയാണ്. സോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ എവിടേക്കോ സൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നൊക്കെ ആരൊക്കെയോ അവരോട് പറഞ്ഞായിരുന്നു. പറഞ്ഞാൽ എനിക്കിതുവരെ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സോ ഈ വീഡിയോയ്ക്ക് അതിലും സൗണ്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ മൈക്കിന് അങ്ങനെ ആണെങ്കിൽ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. സോ എന്തെങ്കിലും ഒരു സൗണ്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉണ്ട് ഈ സീസണിൻ്റെ അകത്തിൽ. സോ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അടുത്ത എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്ക്. ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ മറക്കരുത്. മാക്സിമം സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. സോ ഇതെല്ലാം മാക്സിമം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അരികാത്തോ.